നമസ്കാരം. നമുക്ക് നെടുമങ്ങാട് മണ്ഡലത്തിലെ ഒരു സ്ഥിതി വിവരം നോക്കാം. ഈ ഇലക്ഷനൊക്കെ കഴിഞ്ഞല്ലോ, അപ്പോൾ എങ്ങനെയാണ് വോട്ടിൻ്റെ വിഹിതം, എത്തരത്തിൽ ആര് ജയിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ വിശദമായി നോക്കാം. നെടുമങ്ങാട് GR അനിൽ CPI ആണ്. അദ്ദേഹം ഭരണം നിലനിർത്തിയിരിക്കുന്നു. അദ്ദേഹമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യവും അവിടെ ആയിരുന്നത്, മന്ത്രിയായിരുന്നു. ആ ഒരു മണ്ഡലം കൈവിട്ടിട്ടില്ല, LDFനെ കൈവിട്ടിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. തുടർച്ചയായി 2ാം ജയം നേടിയിരിക്കുന്നു. അദ്ദേഹം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയായിരുന്നു. CPI ദേശീയ കൗൺസിൽ അംഗം കൂടിയാണ്. അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വോട്ട് 69,206 ആണ്. 2ാം സ്ഥാനത്ത് മീനാങ്കൽ കുമാറാണ്. കോൺഗ്രസിന് വേണ്ടിയിട്ട് നേടിയിരിക്കുന്നത് 47,623 വോട്ടുകളാണ്. നെടുമങ്ങാട് BJPക്ക് വേണ്ടി നിന്നത് യുവരാജ് ഗോകുലാണ്. BJPക്ക് വേണ്ടി അദ്ദേഹം നേടിയത് 38,999 വോട്ടുകളാണ്. ഭൂരിപക്ഷം 21,583 ആണ് ഭൂരിപക്ഷം. ഇനി നമുക്ക് 2021 സ്ഥിതി നോക്കാം. 2021 നേരത്തെ പറഞ്ഞതുപോലെ തന്നെ GR അനിൽ തന്നെയായിരുന്നു വിജയിച്ചത്. 72,742 വോട്ടുകൾക്കാണ് അന്ന് അദ്ദേഹം നെടുമങ്ങാട് പിടിച്ചെടുത്തത്. 2ാം സ്ഥാനത്ത് PS പ്രശാന്തായിരുന്നു കോൺഗ്രസിന് വേണ്ടി. കോൺഗ്രസിനെ തോൽപ്പിച്ചാണ് അദ്ദേഹം GR അനിൽ വിജയിച്ചത്. 49,433 ആയിരുന്നു കോൺഗ്രസിൻ്റെ അന്ന് കിട്ടിയ വോട്ടുകൾ. BJP ആണ് 3ാം സ്ഥാനത്ത്. JR പത്മകുമാർ 26,861 വോട്ടുകളാണ് നെടുമങ്ങാട് BJP നേടിയത് ആ വർഷം. 2016 നോക്കുകയാണെങ്കിൽ C ദിവാകരൻ, CPIയുടെ C ദിവാകരനായിരുന്നു 57,745 വോട്ടുകൾക്ക് വിജയിച്ചത്. കോൺഗ്രസിന് വേണ്ടി പാലോട് രവിയാണ് കോൺഗ്രസിനെയാണ് തോൽപ്പിച്ചത്. 54,124 വോട്ടുകൾ നേടി. BJPക്ക് വേണ്ടി VV രാജേഷ് മത്സരിച്ച മണ്ഡലമാണ് 2016. 35,139 വോട്ടുകളാണ് അന്ന് അദ്ദേഹം നേടിയത്. അപ്പോൾ ഇങ്ങനെയാണ് നെടുമങ്ങാടിൻ്റെ സ്ഥിതി. എന്തായാലും നെടുമങ്ങാട് തുടർച്ചയായ 2ാം തവണ LDFനൊപ്പം നിൽക്കുന്നു. LDFനെ സംസ്ഥാനം മുഴുവൻ കൈവിട്ടപ്പോഴും പലയിടങ്ങളിൽ ഇപ്പോൾ 140 മണ്ഡലങ്ങളിൽ 100ലധികം ഇടങ്ങളിലാണ് ഇപ്പോൾ കോൺഗ്രസ് ജയിച്ചിരിക്കുന്നത്. എന്തായാലും നെടുമങ്ങാടുകാർ CPI അതായത് LDFനെ കൈവിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം.